പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെന്റ് നടത്തിയതിൽ വിദേശ യാത്രകൾ പോകരുത്. ഇത് ഈ ട്രാവൽ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണോ? ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് നിന്നാണ് വിദേശ യാത്രകൾ പോരുത് എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പ്രധാനമന്ത്രി ഒരു കാര്യം കൂടി സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്യാമെന്ന്. നമ്മുടെ കറൻസികളൊന്നും പുറത്തു പോകരുത്, നമ്മുടെ ഇന്ത്യയെ തന്നെ സ്ട്രോങ് ആക്കി നിർത്തണം എന്നുള്ളത് കൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ യാത്രകൾ പ്രോത്സാഹിപ്പിക്കുക, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്യുക, വിവിധ സംസ്ഥാനങ്ങൾ കാണുക, നമ്മുടെ രാജ്യത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സമയമായിട്ട് ഇതിനെ കാണുക. ഡൊമസ്റ്റിക് ടൂർ ചെയ്യുന്ന കമ്പനികൾ, നമ്മൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. വിദേശ കമ്പനികളിൽ നിന്ന് ആണ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പലരും ആശ്രയിക്കുന്നതും ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതും. അതെ, നമ്മുടെ കറൻസികളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ ഒഴിവാകുകയും നമ്മുടെ കറൻസികളൊക്കെ ഇവിടെ തരികയും കാശ്മീരുകാരനും അരുണാചലുള്ളവർക്കും നമ്മുടെ കറൻസി ഇവിടുന്ന് തന്നെ കറങ്ങി കളിക്കും. അപ്പോൾ അതൊരു നല്ല മെസ്സേജാണ്. എല്ലാവരും യാത്രകൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. വിദേശ യാത്രകൾ ഇപ്പം നിർത്തി വെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, പക്ഷേ ഇന്ത്യ കാണുക എന്നുള്ളത്. സ്വിറ്റ്സർലാൻഡ് കാണുന്നതിന് മുമ്പ് നമ്മൾ കാശ്മീർ കാണണം. ഇതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ കൾച്ചർ 7 വണ്ടേഴ്സിലുള്ളതും ഒന്ന് ഇന്ത്യയിലുണ്ട്, അത് കാണാത്തവരുണ്ട്. എന്നിട്ട് ലോകാത്ഭുതങ്ങൾ കാണാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണം പിടിച്ചു പോകുന്ന ആളുകളാണ്. ഉദയ്പൂരും ജയ്പൂരും കാണണം. വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ഈ വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നത് കാണുന്നു, നമ്മൾ കാണണം, നമ്മുടെ നാടിനെ കാണണം എന്നുള്ളതാണ്. അതിനുള്ളൊരു അവസരമായിട്ട് ഈ സമയം ഉപയോഗിക്കുക.